സാധാരണ നമ്മൾ സാമൂഹിക ജീവിതത്തിലെ സ്ത്രീകളുടെ പങ്ക് അല്ലെങ്കിൽ സ്വഹാബി വനിതകളുടെ പങ്ക് അല്ലെങ്കിൽ ഇപ്പൊ നിലവിലെ വനിതകളുടെ പങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത് ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഭയങ്കര പോരാളികളായിട്ടുള്ള ആൾക്കാരെ, ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അന്വേഷിക്കുക. പക്ഷെ ഞാൻ വിചാരിച്ചു എവരിഡേ ലൈഫ് ഉണ്ട്, ഭയങ്കര ദൈനംദിന ജീവിതത്തിൽ ആൾക്കാർ വനിതകൾ ഇടപെടുന്നത് അവരുടെ ദൈനംദിന ജീവിതം തന്നെ എങ്ങനെയാണ് ഒരു സോഷ്യൽ പ്രോസസ്സിൻ്റെയും ഒരു സിവിക് എൻഗേജ്മെന്റ് സാമൂഹികമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ള വളരെ ബേസിക് ആയിട്ട് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള സ്വഹാബി വനിതകളെ കുറിച്ച് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും പറയുന്ന നമുക്ക് ഖദീജ ബീവി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലത്തുള്ള പ്രബോധനത്തിനെ ഫിനാൻസ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ഭയങ്കര കൺഫ്യൂഷനായിട്ട് വരുന്ന സമയത്ത് അത് ഭയങ്കര ഒരു കൺവിക്ഷനോട് കൂടിയിട്ട് ഇത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വിശ്വസിക്കുന്നത് ഖദീജ ബീവിയാണല്ലേ. അപ്പോൾ അത് അങ്ങനെ വിശ്വസിക്കാനുള്ളൊരു കൺവിക്ഷൻ, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുന്നത് ഖദീജ ബീവി അതിൻ്റെ മുന്നേ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള, തൻ്റെ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിൻ്റെ അതിൽ നിന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഖദീജ ബീവി ഈ ഒരു സത്യത്തിന് വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഖദീജ ബീവി വലിയ ഒരു ട്രൈബിൽ നിന്ന് വന്ന കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള അത്യാവശ്യം നല്ലോണം കുടുംബമഹിമ ഉള്ളൊരു ട്രൈബിൽ നിന്ന് വലിയ ഫിനാൻസ് കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് പോലും ഈ ബോയ്ക്കോട്ട് ഇസ്ലാമിക പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ബോയ്ക്കോട്ടിൻ്റെ ബഹിഷ്കരണം നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഖദീജ ബീവിൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ഖദീജ ബീവിൻ്റെ ട്രൈബിന് ബഹിഷ്കരണം ഇല്ല. എന്നിട്ട് പോലും ഞാൻ ഇതിൽ സ്വമേധയാ ഈ ബോയ്ക്കോട്ടിൻ്റെ ഭാഗമാവുകയാണ് എന്നും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ കൂടെ ആ ബോയ്ക്കോട്ടിൽ പങ്കാളിയാവുകയാണ്. അപ്പോൾ ഖദീജ ബീവിൻ്റെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഖദീജ ബീവിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ശ്രമിക്കും. അപ്പോൾ ബീവി അതൊന്നും കഴിക്കാതെ ബാക്കിയുള്ള കുടുംബക്കാരെ ഊട്ടുന്നതിലൊക്കെയാണ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു തവണ ആയിഷ ബീവിക്ക് കുറച്ച് അസൂയ വന്നിട്ട് ഖദീജ ബീവിനെ ഈ ഒരു പ്രായമായ ഒരു ഇത്ര വലിയ സംഭവമാണോ എന്നുള്ള ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഒരു ദേഷ്യം വന്നിട്ട് മുഖം വിവരണമായിട്ട് എല്ലാ ആൾക്കാരും എന്നെ കള്ളനാണെന്ന് പറഞ്ഞ സമയത്ത് ഖദീജ ബീവിയാണ് എന്നെ ട്രൂത്ത്ഫുൾ ആയിട്ട് സത്യവാനായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ഖദീജ ബീവിൻ്റെ പൈസയാണ് എനിക്ക് വേണ്ടി മുഴുവനായിട്ട് സെൻഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ ബാക്കിലേക്ക് പിടിച്ചു വെച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഖദീജ ബീവിനെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ഒരു തൻ്റെ ഇണയോട് ചെയ്യേണ്ട ഒരു സംഗതി എന്നുള്ളതിനപ്പുറത്ത് ഒരു വലിയൊരു പ്രസ്ഥാനം ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്കതിൽ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള അത് വലിയൊരു പൊളിറ്റിക്കൽ സോഷ്യൽ ഇമാജിനേഷൻ ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് ഇസ്ലാമിൻ്റെ ഗ്ലോറി, ഇസ്ലാമിൻ്റെ സമ്പന്നതയൊന്നും കാണാൻ പറ്റാതെ മദീനയിലേക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഹിജറ ചെയ്ത് പോകുന്നതിൻ്റെ ഒക്കെ മുന്നേ അവർ വഫാത്തായി പോവുകയാണല്ലോ. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കായിരുന്നു 5 നേരം നിസ്കരിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല അവർ മരിച്ച സമയത്ത്.
ദിസ് ഇസ് ദ വിമൻ ഹു നെവർ പ്രേഡ് 5 times. അതുപോലെ തന്നെ നോമ്പ് ഇറങ്ങിയിട്ടില്ല, നോമ്പിൻ്റെ അവതരണമായിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് പക്ഷേ ചരിത്രത്തിൽ ഒരു ഇക്വലൻസ് ഇല്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും അവരവരുടെ ജീവിതത്തിൽ യതീമായിട്ടുള്ള കുട്ടികളെ സഹായിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികളെ ഫിനാൻസ് ചെയ്യുകയും സ്ത്രീകളുടെ മാരേജ് ഫിനാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഖദീജ ബീവിക്ക് അങ്ങനെ ഒരു സ്ഥാനം, നോട്ട് ജസ്റ്റ് റസൂലിൻ്റെ ഭാര്യ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു സ്ഥാനം, ഫസ്റ്റ് ലേഡി, നമ്മളിപ്പം എന്താ ഒരു ആളുടെ പ്രസിഡന്റിന്റെ ഭാര്യ ആയതുകൊണ്ടുള്ള ഒരു സ്ഥാനം എന്നുള്ളൊരു സംവിധാനം അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ ഫസ്റ്റ് മുസ്ലിം നേഴ്സായിട്ട് ഉള്ള ഒരു ഖസ്റജ് ഗോത്രക്കാരി, മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരി ആയിട്ടുള്ള റുഫൈദ ബിൻത്ത് സഅദ് ഉണ്ട്. അവര് റളിയല്ലാഹു അൻഹ ഒരു മൊബൈൽ ഡിസ്പെൻസറി നടത്തുന്നുണ്ടായിരുന്നു, ഒരു നഴ്സിംഗ് ടെൻറ്റ്. യുദ്ധത്തിന് പോണ സമയത്തൊക്കെ അവർ നഴ്സിംഗ് ടെൻറ്റ്, നബി മദീനയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് ദീൻ പഠിക്കുകയും ഖുർആൻ എഴുതിയെടുത്ത് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് ആതുര സേവനം എന്ന് വെച്ചാൽ നഴ്സിംഗ് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് പരിഗണിച്ച് പാവപ്പെട്ട പേഷ്യൻസിനെയൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് തിരഞ്ഞു ചെന്ന് ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സ് കം ഡോക്ടറായിരുന്നു അവർ. യുദ്ധത്തിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റുഫൈദ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നത്, യുദ്ധത്തിന് പോകുന്ന സമയത്ത് കുറച്ച് ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള അത്ര നഴ്സിംഗ് അസിസ്റ്റൻസിനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ വഹിച്ചിട്ടാണ് യുദ്ധസന്നാഹങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന ഒരു സംഭവം. അപ്പോൾ ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് റുഫൈദ റളിയല്ലാഹു അൻഹയിൽ നിന്നും പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഒരു സംഘം വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഞങ്ങളും യുദ്ധത്തിൽ വരട്ടെ, സെർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പെർമിഷൻ കൊടുക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുകയും അഭിനന്ദിക്കുകയും പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ റുഫൈദ ബീവിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ ആശീർവാദവും നൽകിയിട്ട് ആ ഹോസ്പിറ്റൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയെ കുറിച്ച്, വഴിയോര യാത്രക്കാർക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ഒരു കാലം ആണല്ലോ. കച്ചവടത്തിനും പ്രബോധനത്തിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന, വളരെയധികം യാത്ര ചെയ്യുന്ന ഒരു സിവിലൈസേഷൻ, അന്നത്തെ സംസ്കാരങ്ങൾ തന്നെ ഉയർന്നു വരുന്നത് ഇങ്ങനെ ഈ യാത്രകൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലൂടെയാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത് ഈ ഒരു ട്രേഡ് നെറ്റ്വർക്കിലൂടെയാണല്ലോ. അതേപോലെ അങ്ങനെ യാത്രക്കാർ കടന്നു പോകുമ്പോൾ അവർക്ക് പാതയം ഒരുക്കുന്ന ഒരു ബദോവിൻ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു ഉമ്മു മഅബദ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് പോകുന്ന സമയത്ത് നബിയും അബൂബക്കറും റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരും അവിടെ എത്തുന്ന സമയത്ത് എനിക്ക് ഞാനൊരു ആടിനെ പാല് കറക്കട്ടെ എന്ന് ചോദിച്ചൊരു സംഭവം ഉണ്ട്. എന്നിട്ട് അതിലൊന്നുമില്ലാതെ ഒരു മെലിഞ്ഞൊരു ആട്ടുകുട്ടിയാണ്, വേണമെങ്കിൽ ചെയ്തോളൂ, നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്, ഗോ ഹെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം നബി ബിസ്മില്ല ചൊല്ലിയിട്ട് ആ പാല് കറക്കുന്ന സമയത്ത് നല്ല നിറഞ്ഞു കവിയുന്ന പാല് കിട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിക്കുന്നു, ഉമ്മു മഅബദും മക്കളും കുടിക്കുന്നു എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി ഇസ്ലാം സ്വീകരിക്കുന്ന മുന്നേ തന്നെ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അവര് ബദോയിൻ സ്ത്രീയാണ്, നാടോടിയായിട്ടുള്ള സ്ത്രീയാണ്, മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ കച്ചവട യാത്രകളും അതുപോലെ തന്നെ നോളജ്, വിജ്ഞാനത്തിൽ സമ്പാദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഓരോ സംസ്കാരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടത്താനും വേണ്ടിയിട്ട്
യാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ യാത്രക്ക് പോകുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു സാധാ ഒരുപാട് സിവിലൈസേഷൻ ഒന്നും കണ്ടിട്ടില്ലാത്ത മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആ ഒരു ഐഡിയ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പം അത് ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം വളരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ത്രീകൾ എത്ര അവരവരുടെ ഡെയിലി ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എത്രയധികം അവരുടെ ഒരു പങ്കുണ്ടായിട്ടുണ്ടാകുമെന്ന് ആലോചിക്കും. അതുപോലെ തന്നെ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇവിടെ ചില സംഗതികൾ പറഞ്ഞു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ അവരുടെ നബിൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ആമിന ബീവി മരിക്കുന്ന സമയത്തൊക്കെ ഉമ്മു ഐമനാണ് വീട്ടിലുള്ളത്. അപ്പോൾ അവരൊരു നബിൻ്റെ ഉപ്പ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സ്ലേവ് ആയിരുന്നു. പക്ഷെ നബി അവരെ കുറിച്ച് പറയുന്നത് ഇവര് എൻ്റെ ഉമ്മക്ക് ശേഷമുള്ള ഉമ്മയാണ്. അല്ലെങ്കിൽ പല സമയത്തും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവര് എന്താ പറയുക, ദിസ് ഈസ് ഓൾ ഐ ഹാവ്, ഇവര് മാത്രമാണ് എനിക്ക് കുടുംബത്തിൽ ബാക്കിയായിട്ടുള്ളത് എന്നൊക്കെ പറയും എപ്പോഴും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്. അപ്പം ശരിക്കും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും സ്വർഗത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ അവർ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സ്ത്രീകളുടെ സൗന്ദര്യം, സ്ത്രീകളുടെ കുടുംബ മഹിമ, അതുപോലെ തന്നെ അവരുടെ ഏത് ട്രൈബിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഗതികൾ നമ്മൾ ഇന്നത്തെ കാലത്തുള്ള നാട്ടാചാരത്തിൻ്റെ വേറൊരു വേർഷൻ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ പോലെ ഒരുപാട് പ്രായമായ ഒരു മകനുള്ള ഒരു ട്രൈബ്, അവരുടെ ലീനിയേജിനെ കുറിച്ച്, അവരുടെ പരമ്പരയെ കുറിച്ച് അൺനോണാണ്, പരമ്പരനെ കുറിച്ച് അറിയൂല. അങ്ങനത്തെ ഒരു ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ അഭിസംബോധന ചെയ്യുന്ന സമയത്താണ് അവർക്ക് അല്ലെങ്കിൽ അല്ലാത്തൊരു സമയത്ത് ഇതുപോലെയുള്ള ഒരു സ്ലേവ് വനിത, ഒരു അടിമ വനിതക്ക് കിട്ടേണ്ട ഒരു റെക്കഗ്നേഷനും കിട്ടാതെ കടന്നു പോകുമായിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മഹത്വത്തിനോടൊപ്പം തന്നെ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ പോലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കുറെ സംഗതികളാണ്. ഒരു തവണ യാ ഉമ്മ ഹൗ ആർ യു, എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചിട്ട് വരുന്ന സമയത്ത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അത്ര വലിയ കരിസ്മാറ്റിക്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, ഒരു പാവം ഒരു വനിത. പക്ഷെ അവർ പറയുന്ന അവരുടെ ഒരു കൺവിക്ഷനെ കുറിച്ചാണ്. അവർ പറയുന്നത് ഇസ്ലാം നല്ലതായിരിക്കുന്ന കാലത്തോളം എനിക്കും, ഞാനും ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഞാനും നല്ലതാണ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് അവരുടെ ഒരു എന്താ പറയാ, ഒരു സാധാരണ ഒരു വേലക്കാരിയായോ ഒരു അടിമയായിട്ടോ ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ട ഒരു ആളൊരു റെക്കഗ്നേഷനും കിട്ടാതെ കഴിഞ്ഞു പോകേണ്ട ഒരാൾ എന്നുള്ളതിന് നിന്ന് മാറിയിട്ട് അവരവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള റോൾസിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഈ ഒരു സമൂഹത്തിലെ ഒരു സോഷ്യൽ പൊസിഷൻ, ഹയറാർക്കി, നോബിൾ, പൈസ ഉള്ള ആൾക്കാർ ഇങ്ങനെ, പൈസ ഇല്ലാത്ത അങ്ങനെ, അത് വളരെ ഹയറാർക്കിക്കലായി. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കാസ്റ്റ് സിസ്റ്റം ഒക്കെ പോലെ, ജാതി വ്യവസ്ഥയൊക്കെ പോലെ വളരെ തട്ടായിട്ട് തിരിച്ച ഒരു സമൂഹത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വേറെ ഒന്നും കൂസാതെ ഇസ്ലാം എന്നുള്ള ഒരു കൺവിക്ഷനോട് കൂടി മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അവർ ഒരു കമ്മിറ്റ്മെൻറ്റ്, അവരവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് പരിഗണിക്കുന്നതിന് പകരം ഒരു ലാർജർ ഇസ്ലാം എന്നുള്ളൊരു കോസിന് വേണ്ടി അവർ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയും പോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും യുദ്ധത്തിന്റെ സമയത്ത് അനുഗമിച്ചുകൊണ്ട് നബിനെ ഇങ്ങനെ ചുറ്റും നടന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ അടുത്ത്. കുറേ കഥകളുണ്ട്. പിന്നെ ഇതുപോലെ തന്നെയാണ് സുമയ്യ ബീവി. സുമയ്യ ബീവി ഒരു അവര് അടിമയായിരുന്നു, പക്ഷെ അവരെ പിന്നെ മോചിപ്പിക്കപ്പെട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ട്രൈബിന്റെ കീഴിൽ അവരുടെ സംരക്ഷണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബൂജഹൽ ചെയ്യാത്ത ക്രൂരതകളൊന്നുമില്ല. അത്രയും ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അമ്മാർ, സുമയ്യ ബീവിന്റെ മകൻ അമ്മാർ ഇങ്ങനെ നബിനെ ആ ഒരു ക്രൂരതയിൽ നിന്ന്, പെർസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നബിനെ കുറിച്ച് ഇങ്ങനെ ശപിച്ചു. പക്ഷെ സുമയ്യ ബീവി ഇങ്ങനെ പറയാണ്, പകരം സൈലന്റ് ആയിട്ടല്ല റെസ്പോണ്ട് ചെയ്യുന്നത്, പകരം ഇങ്ങനെ നിങ്ങളുടെ കുടുംബം നശിച്ചു പോട്ടെ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും നബിനെ കുറിച്ച് പറയില്ല, നബി എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ ഒന്നും അവർക്ക് യാതൊരു, ഈ ഒരു ട്രൈബ് കുലമഹിമ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഒരു കുലത്തിൽ ഇന്നാള് ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ട്രൈബിലുള്ള ഓരോ ആൾക്കാരെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് സംരക്ഷണം കിട്ടുന്നു. സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാർ, കുലമഹിമ ഉള്ള ആളുകൾക്ക് സംരക്ഷണം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. ആ സമയത്താണ് സുമയ്യ ബീവിനെ പോലെയുള്ള ആളുകൾ വെറുതെ ഒരു പാസീവായിട്ട് മർദ്ദനം സഹിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കല്ല, അതിന് പകരം തിരിച്ച് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പൊരുതിയൻ. അതുപോലെ തന്നെ വേറൊരു സിന്നീറ എന്ന് പറഞ്ഞിട്ടുള്ള റളിയല്ലാഹു അൻഹ, വളരെ അറിയപ്പെടാത്ത ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരെ ഇതുപോലെ അബൂജഹൽ ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയാണ്. കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ലാത്തയും ഉസ്സയാണ് കാഴ്ച നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന് മക്കക്കാർ പറയുമ്പോൾ തിരിച്ചു പറയാണ്, ലാത്തക്കും ഉസ്സക്കും ഒന്നും ചെയ്യാൻ കഴിയൂല, പടച്ചോൻ വിചാരിച്ചാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ അടിമ സ്ത്രീകൾ ഇതുപോലെ അങ്ങനെ ഒരു സേഫ്റ്റിയും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അടിമ സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ മാറ്റമുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ഹൈറാർക്കി, തട്ടുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് അങ്ങനത്തെ ആളുകൾ ഉയർന്നു വന്നിട്ട് സംസാരിക്കുമ്പോൾ അത് ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഒരു സംഗതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ഇങ്ങനെ പ്രബോധനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ജീവിതത്തിൽ പകർത്തുന്ന സ്വഹാബി വനിതകളും വേണമല്ലോ. അപ്പൊ അവരുണ്ടാക്കുന്ന സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാല് വളരെ വലുതാണ്. പിന്നെ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു കഥ കൂടി പറയാം. ലുബാബ റളിയല്ലാഹു അൻഹ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നിയായിരുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇമാമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉമ്മയാണ്, അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയ ഉമ്മയാണ്. ഒരു സമയത്ത് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് അബൂ സുഫിയാൻ വരികയാണ്. അപ്പൊ അബൂലഹബ് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ വിവരം, ബദർ യുദ്ധം കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ലുബാബ റളിയല്ലാഹു അൻഹയുടെ അബൂ റാഫി എന്ന് പറഞ്ഞൊരു അടിമയുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു അടിമ. ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് അവര് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ലുബാബ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെക്കാളും മുന്നേ ഇസ്ലാം സ്വീകരിച്ചത് ഭയങ്കര ധൈര്യത്തിൽ പറഞ്ഞു നടക്കുന്ന, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവര് ഒരു തവണ ഇങ്ങനെ അബൂ സുഫിയാനെ കാത്തിരിക്കുകയാണ്. അബൂലഹബ്, അബൂ റാഫിയും ഇവരും ഉണ്ട്, ലുബാബ. എന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞിങ്ങനെ ഭയങ്കര സംഭവം ഉണ്ടായിട്ടുണ്ട്, വലിയ മനുഷ്യന്മാര് ബദറിൽ യുദ്ധം നടത്താൻ മുസ്ലിങ്ങളെ കൂടെ നിന്ന് സമരം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അബൂ റാഫി സ്ലേവ് ആയിട്ടുള്ള ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അത് മലക്കുകളാണ് എന്ന് എണീച്ചെന്ന് വിളിച്ചു പറയും. അപ്പൊ അബൂലഹബിന് ഭയങ്കര ഹൗ ഡെയർ, ഈ ആളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഇങ്ങനെ ഡെയർ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അബൂ റാഫിനെ ഒരുപാട് അടിക്കും. പഠിക്കുന്ന സമയത്ത്
ലുബാബ ഒരു ടെന്റിന്റെ ഒരു വലിയൊരു വടി എടുത്തിട്ട് നല്ലോണം അബൂലഹബിന് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഹൗ ഡേ യു ഇങ്ങനെ ഒരു അവരുടെ ഉടമല്ലാത്ത ഇതുപോലെയുള്ള വീക്കായിട്ടുള്ള ആൾക്കാരോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് അബൂലഹബിന് പിന്നെ എണീക്കാൻ പറ്റാതായി. നല്ല ഒരു അടിയാണ് കിട്ടിയത്. അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ മർദ്ദിതരായിട്ടുള്ള ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, വേറെ ഒന്നും നോക്കുന്നില്ല. പിന്നെ കുറേ സ്വഹാബി വനിതകളെ കുറിച്ച് പറയാനുണ്ട്, സമയമില്ല. ഇപ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുമ, അവര് അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ഇപ്പോൾ സാധാരണ അബൂ സുഫിയാൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ട്രൈബിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആള്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ആ ഒരു പവറിൻ്റെ ഒന്നും പ്രിവിലേജ് ഒരിക്കലും എടുക്കാതെ അറിയപ്പെടാത്തൊരു ജീവിതമാണ് ഇസ്ലാമിക മാർഗത്തിൽ ചെലവഴിക്കുക. അതേക്ക് പോലുള്ളൊരു അറിയപ്പെടാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട്. അപ്പോൾ പിന്നീട് ഫിത്തിന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉള്ള ഫിത്തിന വരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പൂട്ടിയിടുന്ന ഉണ്ടല്ലോ, ആരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പൂട്ടിയിട്ടിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ഖവാരിജുകളല്ലേ. അപ്പോൾ എന്നിട്ട് ഉമ്മു ഹബീബ യാതൊരു പ്രിവിലേജ്, അബൂ സുഫിയാന്റെ തൻ്റെ നൊബിലിറ്റിയിലെ യാതൊരു പ്രിവിലേജും ഉപയോഗിക്കാതെ ആ സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. അത് തൻ്റെ പ്രിവിലേജ് ഒരിക്കലും വേറെ ആവശ്യത്തിന് ഉപയോഗിക്കില്ല. പക്ഷെ അവർ ഉപയോഗിച്ച ഒരു സന്ദർഭമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജുകൾ പൂട്ടിയിട്ടിട്ട് ഉള്ള വലിയ പ്രശ്നം, ഒരു പൊളിറ്റിക്കൽ ടർബുലൻസ് നടക്കുകയാണ്. ഇത് നടക്കുന്ന സമയത്ത് ഉമ്മു ഹബീബ മുഖപടത്തിൻ്റെ ഉള്ളിൽ വെള്ളം കൊണ്ടിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എവിടെയാണോ പൂട്ടിയിട്ടിട്ടുള്ളത് ആ സ്ഥലത്ത് പോയിട്ട് എനിക്ക് കാണണം. കാരണം അബൂ സുഫിയാന്റെ ഭാര്യയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈഫ് അല്ല, അബൂ സുഫിയാന്റെ മോളാണ്. ഇങ്ങനത്തെ കുറേ പ്രിവിലേജുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഖവാരിജുകൾ എന്ത് ചെയ്തു, അതിലൊരു ചെറുപ്പക്കാരൻ വാട്ട് ആർ യു ഡൂയിങ് എന്ന് വെച്ചിട്ട് അവരുടെ ഹിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, അവരുടെ മുഖം മറച്ചിട്ടുണ്ട്. അവരുടെ മുഖം പൊക്കിയിട്ട് വെള്ളത്തിൻ്റെ കുടുക്ക ഇട്ടിട്ട് താഴത്തേക്ക് എറിയുന്നുണ്ട്. ആ സമയത്ത് മാത്രമല്ല ഉമ്മു ഹബീബ, നമ്മളെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുമയെ വെള്ളത്തിൻ്റെ കുടുക്ക തട്ടി തെറിപ്പിച്ചെന്ന് മാത്രമല്ല, ഒട്ടകത്തിൻ്റെ മൂക്കുകയറ് ഇങ്ങനെ ഒട്ടകത്തിനെ ഇളക്കിയിട്ട് അവർ നിലത്തേക്ക് മുഖം കുത്തി വീണു. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഭയങ്കര അവർ തമ്മിൽ വലിയൊരു സംവാദം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു സംവാദം നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഉണ്ട്, തീരൂല. ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കഷനിൽ തരുമ്പോൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നുള്ള തട്ടുകളായിട്ട് തിരിക്കപ്പെട്ട ആ ഒരു സമൂഹത്തിലെ ആ ഒരു സംഭവത്തിനെ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് സ്വഹാബി വനിതകൾ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അസ്മാ ബിൻത്ത് അബൂബക്കറിന്റെ കഥ ഇവിടെ ഓൾറെഡി പറഞ്ഞു. അവരുടെ പ്രിവിലേജ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായിട്ട് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൂടി ഹിജ്റ പോകുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആണ്, ഫുള്ളി പ്രഗ്നൻ്റ് ആയിട്ട്, ഹെവിലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്. അവരും അവരുടെ സഹോദരൻ അബ്ദുള്ളയും കൂടിയിട്ടാണ്. അബ്ദുള്ള വഴിയൊക്കെ നോക്കും, മാസ്റ്റർ പ്ലാൻസ് ഉണ്ടാക്കും, എന്തെങ്കിലും വിവരങ്ങൾ, മക്കയിലുള്ള വിവരങ്ങൾ നബിക്കും അബൂബക്കർ റളിയല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കും. പക്ഷെ അസ്മാ ബീവി ചെയ്യുന്നത് ഭക്ഷണം കൊണ്ട് കൊടുക്കുക. ഭക്ഷണം കൊണ്ട് കൊടുത്ത് തിരിച്ചൊരു ഇവിടെ റഹ്മാ ടീച്ചർ പറഞ്ഞു അത്. അപ്പം അവർ വരുന്ന സമയത്ത് അബൂജഹൽ അവരെ വിളിച്ചിട്ട് എവിടെയാണ് നിൻ്റെ ഉപ്പയും നബിയും മുഹമ്മദും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവർക്ക് അതിനുശേഷം അവർക്ക് അടി കിട്ടിയിട്ട് അവർക്ക് അതിന് ശേഷം ചെവിൻ്റെ ശക്തിയൊക്കെ, കേൾവി ശക്തിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഉപദ്രവിച്ചിട്ടും ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട്
പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുള്ള ആളാണ്. അവർ പിന്നെ 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അസ്മാ ബീവിൻ്റെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഇമാമായിട്ട് ആ സമയത്താണ് വലിയ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ ടർബുലൻസ് നടക്കുന്നത്. അപ്പോൾ മക്കയിൽ എന്തായാലും മക്ക അവർ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, കഅബ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് ഉമ്മ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സങ്കടമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വലിയൊരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷനൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ നീ അങ്ങനെ ഷഹീദായിട്ട് മരിച്ചു പോകുന്നതാണ്, അവരവരുടെ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യുക, ഹംസ റളിയല്ലാഹു അൻഹുവിനൊക്കെ ചെയ്ത പോലെ ഇപ്പോൾ ഇസ്രായേലികളൊക്കെ ഫലസ്തീനിലെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ അവരുടെ ബോഡി പലവിധ രൂപത്തിലും ചെയ്യും, അതൊക്കെ അറിയാം. എന്നിട്ടും അങ്ങനെ മരിച്ചു പോകുന്നതാണ് അക്രമിയായിട്ടുള്ള ഭരണാധികാരികൾക്ക് മുന്നിലും മിണ്ടാതെ പേടിച്ചോടുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് ഇരിക്കുക, ഞാൻ എന്നെ ഒന്ന് കാണട്ടെ, ഞാൻ സ്മെല്ല് ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ നടന്നിട്ട് മകനോ തിരിച്ച് യാത്ര ചോദിച്ചിട്ട് മകൻ മരിക്കാൻ പോവുകയാണെന്ന് ഭയങ്കര ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞയക്കുന്ന ഒരു സന്ദർഭം. പിന്നെ ഒരു ഹീൽ ചെയ്യുന്ന ഒരു എന്നുവെച്ചാൽ ഡോക്ടറായിട്ടുള്ള അൽ ഷിഫ ബിൻത് അബ്ദുള്ള അൽ അദവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വഹാബി വനിതയുടെ വളരെ പ്രധാനപ്പെട്ട സംഭാവന ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അവരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളും നബീൻ്റെ വൈഫുമായിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീനായിട്ടുള്ള ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടുള്ളത്, കുറച്ച് മെഡിസിൻ പ്രാക്ടീസസ് ഒക്കെ പഠിപ്പിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കഷനിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ.